ക്യാൻസർ, കിഡ്നി, പാലിയേറ്റീവ് തുടങ്ങിയ നിർധന രോഗികൾക്ക് 10% മുതൽ 20% വരെ ടെസ്റ്റുകൾക്ക് ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. ആരോഗ്യരംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം. മലബാർ മെഡിക്കൽ ലബോറട്ടറി, ചോക്കാട്, കാളികാവ്. വനാതിർത്തിയിലെ കൃഷിയിടം കാട്ടാന നശിപ്പിച്ചതിൽ മനംനൊന്ത് വിഷക്കുപ്പി കൈയിലേന്തി കർഷകന്റെ ആത്മഹത്യാ ഭീഷണി. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വനം ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. പോത്തുകൽ കോടാലിപ്പോയിൽ നെടുമ്പൊട്ടിയിലെ നെടുമ്പ മുഹമ്മദാണ് കൃഷിനാശത്തിൽ മനം നൊന്ത് വിഷക്കുപ്പിയുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. കഴിഞ്ഞിറങ്ങി നാലാൾക്കിറങ്ങി നല്ല മുഴുവൻ കഴിഞ്ഞ ഉച്ചയ്ക്ക് നശിച്ചുണ്ടാക്കിയത് ഇത് കുടിച്ച് അതിൻ്റെ മരുകൽ ഫോർസന്മാരോട് പറഞ്ഞാൽ ഊരെന്നിട്ട് ആ കമ്പിമേത്ത കാട് നിറവിട്ടു. കറണ്ടൊന്നുമില്ല. അതിൻ്റെ പരിപാടി വരുമ്പം 4 ദിവസം ഇന്നിറങ്ങി വന്ന് മറ്റേ പുല്ലും കാടൊന്നും വെട്ടി ബാറ്റ് കൊണ്ടിട്ട് 4 കൊല്ലമായി ചാർജ് ചെയ്യാൻ കൊണ്ടിട്ട്. ഈ ഒറ്റാനെ കൊള്ള ശല്യത്തിന് എല്ലാവർക്കും ശല്യമാണ്. കുട്ടികൾക്ക് വരെ മദ്രസ നെട്ടക്കറാൻ പറ്റുക. ഇതിനെ ഇവിടുന്ന് വെടിച്ച് ഒഴിവാക്കാൻ ഗവൺമെൻറ്റിന് അനുകൂലം ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോഴത്തെ ഈ വിഷം കുറിച്ച് ചാർജ് ചെയ്യും. വിവരമറിഞ്ഞെത്തിയ വഴിക്കട് വനം റേഞ്ച് ഓഫീസർ ഷെരീഫ് പനോലിനടക്കമുള്ള വനപാലകരെ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് സ്ഥലത്ത് നാട്ടുകാർ തടഞ്ഞുവെച്ചു. കാട്ടാന ശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് പറഞ്ഞ് മുഹമ്മദിനെ നാട്ടുകാരും വനം ജീവനക്കാരും ചേർന്ന് അനുനയിപ്പിക്കുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. രോഗബാധിതരും കിടപ്പ് രോഗികളുമായ 2 സഹോദരങ്ങളുടേതടക്കമുള്ള 1.5 ഏക്കർ ഭൂമിയിലാണ് മുഹമ്മദ് കൃഷി ചെയ്തു വരുന്നത്. വാഴ, തെങ്ങ്, കമുക്, കപ്പ, ചേമ്പ്, കൂവ തുടങ്ങി നിരവധി കാർഷിക വിളകൾ കൃഷി ചെയ്തു വരുന്നുണ്ട്. ശനിയാഴ്ച രാത്രി കൃഷിയിടത്തിന് ചുറ്റും സ്ഥാപിച്ച സോളാർ ഫെൻസിംഗ് ലൈനിൽ സമീപത്തെ റബ്ബർ തോട്ടത്തിൽ നിന്നും 5 മരങ്ങൾ തള്ളിയിട്ട് വേരി തകർത്ത ശേഷമാണ് കാട്ടാന കൃഷിയിടത്തിൽ പ്രവേശിച്ചത്. തോട്ടത്തിലെ വാഴ, കമുക്, കപ്പ തുടങ്ങിയ വിളകൾ പൂർണ്ണമായി കാട്ടാന നശിപ്പിക്കുകയും ചെയ്തു. ഭാരിച്ച കൂലി കൊടുക്കാൻ കഴിയാത്തതിനാൽ കൃഷിപ്പണികൾ മുഴുവൻ 63-കാരനായ മുഹമ്മദും ഭാര്യയും ചേർന്നാണ് ചെയ്തിരുന്നത്. അധ്വാനിച്ചുണ്ടാക്കിയവയെല്ലാം ഒരു സുപ്രഭാതത്തിൽ കാട്ടാന നശിപ്പിച്ചതിലുള്ള മനോവിഷമത്തിലാണ് ഇയാൾ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. കുലച്ചതും കുലയ്ക്കാറായതുമായ 100 കണക്കിന് വാഴകളും കായ്ച്ചതും കായ്ക്കാറായതുമായ നിരവധി കമുകുകളും കപ്പയടക്കം കാട്ടാന നശിപ്പിച്ചു. കഴിഞ്ഞ 2 വർഷം കാട്ടാന കൃഷി നശിപ്പിച്ചതിന് അപേക്ഷ നൽകിയെങ്കിലും വനം വകുപ്പിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്ന് മുഹമ്മദ് പറയുന്നു. ഇയാളുടെ കൃഷിയിടത്തിലെ 400 വാഴകളാണ് കഴിഞ്ഞ വർഷം മാത്രം കാട്ടാന നശിപ്പിച്ചത്. അടിയന്തരമായി കാട്ടാന പ്രശ്നം പരിഹരിക്കാമെന്ന റേഞ്ച് ഓഫീസറുടെ ഉറപ്പിലാണ് മുഹമ്മദ് ആത്മഹത്യാ ഭീഷണി അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.